ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് അതല്ല, ക്വസ്റ്റ്യൻ അതല്ല. വാട്ട് ഡു യു മീൻ ബൈ ഡയമെൻഷൻ ഓഫ് ദ ലാറ്ററൽ ഫേസ്? അമാനിലാഹി, ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ് മാത്രമേ ഉള്ളൂ ട്രയാങ്കുലർ ഫേസിന്? സ്ലാന്റ് ഹൈറ്റ്, പിന്നെ ബേസ് എഡ്ജിന്റെ ബേസ് എഡ്ജ്. ട്രയാങ്കുലർ ഫേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രയാങ്കുലർ ഫേസ്. നമ്മുടെ പിരമിഡിന്റെ ട്രയാങ്കിൾ വരുന്നത് ഇതാണ്. ഇവിടെ ബേസ്, ഇവിടെ ലാറ്ററൽ എഡ്ജ്. ഇതാണ് ട്രയാങ്കുലർ ഫേസിന്റെ ഡയമെൻഷൻ. അത് തന്നെ ഇവിടെ വരും. ലാറ്ററൽ എഡ്ജ് തന്നെ ഇപ്പുറം വരും. സ്റ്റാൻഡേർഡ് വേണമെന്നില്ല കേട്ടോ, ബേസും ലാറ്ററൽ എഡ്ജും. ദിസ് ഈസ് വാട്ട് വി മീൻ ബൈ ദി ഡയമെൻഷൻ ഓഫ് ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, സോ വി ഹാവ് two right angled triangles. Listen carefully. രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. ഒരു ട്രയാങ്കിളിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെഷർമെന്റ്സ് വരിക. B/2 LE. സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇതുപോലെ തന്നെ B/2 HL. ഇവരെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഇന്നലെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് അല്ലേ? രണ്ട് ട്രയാങ്കിൾസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഒരേ കേസിൽ ഉപയോഗിക്കേണ്ട വന്നേക്കാം. അതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. റൈറ്റ്, സോ വി ക്യാൻ മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. 1 അല്ല നമ്മൾ ചെയ്ത് നിർത്തി. ശരി, വേഗം തുടങ്ങിയ 2. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, ഐഡന്റിഫൈ ദ കൺസെപ്റ്റ്സ് ആൻഡ് റൈറ്റ്. സർ ടെക്സ്റ്റ് എടുക്കാൻ പോയിക്കോട്ടെ? വേഗം ആവട്ടെ, ടൈങ്ങളല്ലേ. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടില്ല, കേൾക്കട്ടെ. വാട്ട് ഈസ് പ്രൊവൈഡഡ്? അൽ അമീൻ TS. അൽ അമീൻ സാർ. അത് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി 10 സെന്റിമീറ്റർ ഉണ്ട്. 10 സെന്റിമീറ്റർ ബേസ് എഡ്ജ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണേ, എന്തൊക്കെയുണ്ട്, എന്നെ കണ്ടുപിടിക്കണ്ടേ. ഓരോ വാക്കിന്റെ അർത്ഥം പറയാനല്ല, ക്വസ്റ്റ്യൻ വായിച്ചെന്താ മനസ്സിലാക്കിയെന്ന് പറ. ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണ്. ട്രയാങ്കിളിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ. എന്താ ട്രയാങ്കിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ? അതാ സ്ക്വയർ പിരമിഡിന്റെ സൈഡിലുള്ള ട്രയാങ്കിൾസിന്റെ ആ ട്രയാങ്കിളിന്റെ ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാറ്ററൽ എഡ്ജ്. ഞാൻ ചെയ്തു. ഫൈൻ. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് സിമ്പിൾ വെച്ച് എടുത്ത് എഴുതണം കേട്ടോ. വി ഹാവ് ബേസ് എഡ്ജ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. സിമ്പിൾസ് ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ റുഫൈദ. ഇതിന് നമുക്ക് സിമ്പിൾ എന്തൊക്കെയാ കൊടുക്കാൻ പറ്റുക? ബേസ് എഡ്ജ് നമുക്ക് B 10 സെന്റിമീറ്റർ. പിന്നെന്താ? H ആണ് ഹൈറ്റ് 12 സെന്റിമീറ്റർ. B 10 ഉണ്ട്, H 12 ഉണ്ട്. ഇർഫാൻ അനസ് പറഞ്ഞോ. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോട്ടെ, ഇപ്പൊ ഓണാക്കാം. ശരി ശരി. സ്പീഡിന് സോൾവ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് വൺ കംപ്ലീറ്റ് ആയ ഒരു ഫോർത്ത് വൺ ചെയ്യണേ, എന്നിട്ട് തേർഡിലേക്ക് വരാം.
ഇവിടെ നിങ്ങൾ ആദ്യം എന്താ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് ഷാരൻ? ഏതാ നമ്മളെ കേട്ടില്ല. എല് സ്ലാൻഡ് ഹൈറ്റ് കിട്ടും. കിട്ടിയോ? വാല്യൂ കിട്ടിയോ? എത്രയാ? ഫൈൻ. നമുക്ക് നിലവിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ആദ്യം സ്ലാൻഡ് ഹൈറ്റ് ആണ്. ബിക്കോസ് വി ഹാവ് ബേസ് ആൻഡ് ഹൈറ്റ്. ഈ രണ്ടുപേരെ വെച്ചിട്ട് നമുക്ക് നേരെ റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം. അവിടെ വരുന്നത് ബേസ് ബൈ 2, ഇവിടെ ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്. ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കിട്ടും. അത് ഉപയോഗിച്ച് വേണം നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് മൂവ് ചെയ്യാൻ, ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി. ഇവിടെ അവിടെ ഇടോ. Once the value of slant height is obtained, നമുക്ക് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം in order to find the lateral edge. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എഴുതാൻ വിട്ടുപോകരുതേ. അമ്ന എത്ര സ്ലാൻഡ് ഹൈറ്റ് കിട്ടി അമ്ന? 13 നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കിട്ടും. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഇങ്ങനെയൊക്കെയാണ്. b/2 എന്ന് പറയുമ്പോൾ 10/2 5 വരും. ഹൈറ്റ് 12 നമുക്ക് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് അറിയാൻ പാടില്ല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു L സ്ക്വയർ. L square equal to 25 plus 144 എന്ന് വരും. L square equal 169 കിട്ടും. L equal root 169. 13 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. Now once the value of L is obtained, നമുക്ക് നേരെ സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്ക് മൂവ് ചെയ്യാം. സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇതുപോലെ തന്നെ b/2 L E. അതിൽ b/2 നമുക്ക് അഗൈൻ 5 ആണ് വാല്യൂ ഉള്ളത്. എല്ലിന് പകരം ഇപ്പൊ നമുക്ക് 13 കിട്ടിയിട്ടുണ്ട്. ഈ നമുക്ക് അറിയില്ല. ഇത് കോഴ്സ് അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. സ്പീഡ് ആവട്ടെ. കംപ്ലീറ്റ് ആയവരെ ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാട്ടോ മൂവ് ചെയ്യണ്ടേ. കംപ്ലീറ്റ് ആയവർ. ഇഷാൻ കിട്ടിയോടാ മോനെ? ലാറ്ററൽ എഡ്ജ് കിട്ടിയോടാ? സെക്കൻഡ് ഫേസ് റൂട്ട് 194. റൂട്ട് 194 കറക്റ്റ് ആണ്. റൂട്ട് 194 ഫൈനൽ ആൻസർ കിട്ടി. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 5 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ ഈക്വൽ ടു ഈ സ്ക്വയർ എന്നാണ്. 25 പ്ലസ് 169 ഈക്വൽ ടു ഈ സ്ക്വയർ. ഈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ 194 വരും. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 194 എന്നാണ് കിട്ടുക. ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് 194 സെന്റിമീറ്റർ. അപ്പൊ എന്താ നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ അൽഫിയ സിദ്ദീഖ്, വാട്ട് വിൽ ബി അവർ കൺക്ലൂഷൻ? What we can write as the conclusion? Dimension of the triangle is Dimension of the triangle 194. Root 194. റൂട്ട് 194 മാത്രമേ ഇതിൽ പ്രശ്നമുണ്ട്. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സൈഡ് എത്രയാണ് ഉദ്ദേശിക്കുന്നത്? ട്രയാങ്കിളിന്റെ 3 സൈഡും റൂട്ട് 194 ആണോ? അല്ല, പിന്നെ എങ്ങനെയാ? ഹൈറ്റ് ബേസ് ലാറ്ററൽ അങ്ങനെ വരുമോ? അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ ട്രയാങ്കിൾ എങ്ങനെയുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴേ
ഈ 3 സൈഡിൽ ആരൊക്കെയാ ഉള്ളത് ശരിക്കും? നമ്മൾ പേര് വെച്ചിട്ട് വാല്യൂ പോട്ടെ, നെയിം വെച്ചിട്ട് ആരൊക്കെയാ ഉള്ളത്? ബേസ്, ലാറ്ററൽ എഡ്ജ്, ബേസ്, ലാറ്ററൽ എഡ്ജ്, ഇപ്പറേ ഹൈറ്റ്. ഇപ്പറയോ ഈ സൈഡിലോ? ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ് തന്നെ. ഹൈറ്റ് ആവശ്യമില്ല, ഹൈറ്റ് വേണം നിർബന്ധമില്ല. നമ്മൾ രണ്ട് രീതിയിൽ കൺക്ലൂഷൻ എഴുതാം. ഡയമെൻഷൻ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ബേസ് നമുക്ക് 10 ആണ്, ലാറ്ററൽ എഡ്ജ് √194 ആണ്, മൂന്നാമനും √194. ഓരോ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതിന് പകരം ഡയമെൻഷൻ ഓഫ് ട്രയാങ്കിൾ ഈസ് ബേസ് ഈക്വൽ 10 സെന്റിമീറ്റർ, ലാറ്ററൽ എഡ്ജ് ഈക്വൽ √194 സെന്റിമീറ്റർ എന്ന് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഏതെങ്കിലും കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ. ഇവിടെ കൊണ്ടുപോയി നിർത്തരുത്, ഇങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് ചാടരുത്. So I hope everyone started fourth one. So question number 4. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ശ്രദ്ധിച്ച് വായിക്കുക, കാര്യങ്ങളൊക്കെ സിമ്പിൾ വെച്ച് നോട്ട് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. സിമ്പിൾ ഉപയോഗിച്ച് നോട്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റിന്റെ മീനിങ് എനിക്കൊന്ന് കിട്ടണല്ലോ, ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റിന്റെ മീനിങ് എന്താണെന്നുള്ളത് അഹമ്മദ് അബ്ദുൽ കരീം. സാർ ആദ്യ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? ഈ കാണിച്ച ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണെന്നല്ല ചോദ്യം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തില്ല. ആ കാണിച്ച ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിട്ടില്ല. The way you understood the question is wrong. മുഹസിൻ മുസ്തഫ, എന്താ ക്വസ്റ്റിന്റെ അർത്ഥം? പെട്ടെന്ന് പറഞ്ഞ, സമയം കളയല്ലേ. ലാറ്ററൽ ഫേസ് വെച്ച് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാറ്ററൽ ഫേസ് വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? അതിന്റെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? അതിന്റെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? ആരുടെ ഹൈറ്റ് അത്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് ആണോ? അതിന്റെ ഹൈറ്റ് ഉദ്ദേശിച്ചത് സ്ലാൻഡ് ഹൈറ്റ് ആണോ? ആണോ ബിലാലെ? ഹൈറ്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ആരാ? ട്രയാങ്കിളിന്റെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ബിലാൽ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പിരമിഡിന്റെ പിരമിഡിനെ കേട്ടില്ല. പിരമിഡിന്റെ ഹൈറ്റ് പിരമിഡിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കണ്ടേ. A square pyramid is to be made with the triangle shown here as a lateral face. അവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ ലാറ്ററൽ ഫേസ് ആക്കി, നമ്മുടെ ഓർമ്മയിലേക്ക് വന്നിട്ടോ, പിക്ചർ മനസ്സിൽ വരണം. ലാറ്ററൽ ഫേസ് ആക്കി നമ്മളൊരു പിരമിഡ് ഉണ്ടാക്കുന്നു എങ്കിൽ വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ് എന്നുദ്ദേശിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ് സെന്റൻസിന്, നമ്മുടെ ആ ഒരു പോർഷൻ മാത്രം. ഇറ്റ്സ് ഹൈറ്റ് അത് ട്രയാങ്കിൾ, അങ്ങനെയല്ല, മൊത്തം നോക്കണം. ഒരു പിരമിഡ് ഉണ്ടാക്കുന്നുണ്ട്, വാട്ട് ഷുഡ് ബി ഇറ്റ്സ് ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിരമിഡിന്റെ ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതൊക്കെ ആൾക്കാരെയാ? ബേസ് വന്നിട്ടുണ്ട്, പിന്നെ ലാറ്ററൽ എഡ്ജ് വന്നിട്ടുണ്ട്. ബേസും ലാറ്ററൽ എഡ്ജുമാണ് നമുക്കുള്ളത്. ബേസിന്റെ വാല്യൂ 30, ലാറ്ററൽ എഡ്ജ് 25. കണ്ടുപിടിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ പിരമിഡ് ആണ്.
ഓൾറെഡി നമ്മൾ അതിനുള്ള വഴികളൊക്കെ ചർച്ച ചെയ്തതാണ്. അതിനെ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി, സോൾവ് ചെയ്താൽ മാത്രം മതി. പിന്നെ അവിടെ സാർ പറഞ്ഞോ. സാർ നമുക്കിപ്പോ ഈ വാല്യൂ വെച്ച് സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അത് കഴിഞ്ഞ ബേസ് എഡ്ജ് മാറ്റുവാണെങ്കിൽ വേറെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും. കംപ്ലീറ്റ് ആ ഒരു തേർഡ് വൺ ചെയ്യണം കേട്ടോ. ബേസ് എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്, ലാറ്ററൽ എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ദ പിരമിഡിലേക്ക് നമുക്ക് എത്തണം. എന്താക്കി നമ്മൾ തന്ന ഡേറ്റ ഒന്ന് മാഹിൻ ഷാ എന്ന് പറഞ്ഞ പോലെ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യാം? ആദ്യം എല്ല് കണ്ടുപിടിക്കണം. ശരി, എന്നിട്ട് എല്ലിന്റെ വാല്യൂ എത്ര ഡേ? റൂട്ട് 410. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 25 സ്കോർ എത്രടാ? 625. പിന്നെ ബേസിന്റെ പകുതി എത്രയാ വന്നേ? 15. അതിന്റെ സ്കോർ എത്രയാ? 215. അവിടെ തെറ്റി. 15ന്റെ സ്കോർ 215 അല്ല, അവിടെയാണ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. ചെക്ക് ചെയ്ത് നോക്കി. ഗൗരി എത്ര സ്ലാൻഡ് ഹൈറ്റ് കിട്ടി? 20 സെന്റിമീറ്റർ. 20 സ്ലാൻഡ് ഹൈറ്റ്. ഇവിടെ നമുക്ക് നേരെ റൈറ്റ് ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം. സ്പീഡിന് ചെയ്ത് പോകേണ്ട സമയങ്ങൾ എഴുതി കിട്ടിയവര്. ഇവിടെ നമുക്കുള്ളത് B/2, പിന്നെ നമുക്കുള്ളത് LE. വാല്യൂ B/2ന്റെ വാല്യൂ 30/2, 15 വരും. ഇയുടെ വാല്യൂ 25 ആണ്. L നമുക്ക് അറിയില്ല. ഇതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഉള്ള ഡാറ്റ. So 15 square plus L square equal 25 square. 225 plus L square equal to 625. 25 അല്ല മൈനസ് 25 അല്ലേ 15ന്റെ സ്ക്വയർ? അവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. അതാ 410 വന്നു. L square equal 625 minus 225 400 ആണ്. L is equal to root 400. 20 ആണ് ആൻസർ. Root of 400, 20 ആണ് ആൻസർ. എല്ലിന്റെ വാല്യൂ കിട്ടി. നമുക്ക് നേരെ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിലേക്ക് പോവാം. ഇതുപോലെ നമുക്ക് B/2 ഉണ്ട്, H ഉണ്ട്, L ഉണ്ട്. L ഇപ്പൊ നമുക്ക് 20 ഓൾറെഡി വാല്യൂ കിട്ടി. B/2 മാറ്റമൊന്നുമില്ല, 15 തന്നെ. അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. Hന്റെ വാല്യൂ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിലേക്ക് പോകണട്ടോ. സമയം കളയരുതേ. ഒരു പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, ആ പാർട്ട് ട്രൈ ചെയ്യും. ഇത് കിട്ടിക്കഴിഞ്ഞു വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. ഷുഹൈബ് കഴിഞ്ഞ മോനെ? ഇല്ല. പിന്നെ എന്ത് ചാരിയിരിക്കണ? എന്ത് വിശ്രമിക്കുക? എന്തായാലും സാറ് ബോഡി ചെയ്യും, അങ്ങ് എഴുതിയെടുത്താൽ മതിയല്ലോ അല്ലേ? അല്ല സാർ, ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാ ഡൗട്ട് ചോദിച്ചോ, കേക്കട്ടെ. ലാറ്ററൽ എഡ്ജ് മാറുമോ? ഏത് കേസിലാടാ? ഈ കേസ് ചെയ്തു. അതിന്റെ ബി ഇല്ലേ ഇതിന്റെ? വാട്ട് ഇഫ് ദ എഡ്ജ് 40 സെന്റിമീറ്റർ? വാട്ട് ഇഫ് ദ ബേസ് എഡ്ജ് ഇസ് 40 സെന്റിമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് 30 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എന്താ അതിന്റെ അർത്ഥം? അത് ഈ ബേസ് എഡ്ജ് 30 ഇപ്പൊ തന്നെയാണ്. അപ്പൊ 40 ആയ എന്തായിരിക്കും? ബേസ് എഡ്ജ് 40 ആയാൽ എന്താ സംഭവിക്കുക? ലാറ്ററലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ?
ഇല്ല അത് മാറുമോന്ന് അറിയില്ല. ലാറ്ററലിന് മാറ്റമില്ല, ബേസിന് മാത്രമേ ലെങ്ത് മാറുന്നുള്ളൂ. ബേസിന്റെ ലെങ്ത് മാറി, 30 മാറി 40. അപ്പോൾ എന്താണ് സംഭവിക്കുക? റിഹാൻ വിയസ് എന്തായി ഫസ്റ്റ് കേസിലെ ഹൈറ്റിന്റെ വാല്യൂ? സാർ 13.2 സെന്റിമീറ്റർ സ്ക്വയർ. 13 ഏത് സെന്റിമീറ്റർ സ്ക്വയർ? അല്ല സെന്റിമീറ്റർ. ഈ 13.2 ഒക്കെ എവിടെ നിന്ന് വന്നേ? ഹൈറ്റ് അത് ഈ 13.2 എവിടെ നിന്ന് വന്നേ? തെറ്റിയിട്ടില്ല, തെറ്റിയിട്ടില്ല. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. √20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്നത് √ എത്രയാ റിഹാനെ? √ എത്രയാ കിട്ടുക? 20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ ചെയ്യുമ്പോ? തെറ്റി. തെറ്റിയിട്ടില്ലടാ, കറക്റ്റാടാ. നീ തെറ്റിയെന്ന് പറഞ്ഞ് നീ ആയിട്ട് തെറ്റിക്കല്ലേ, കറക്റ്റാന്നേ. √ എത്രയാ സോൾവ് ചെയ്തപ്പോ? 20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ ചെയ്തപ്പോ എത്രയാ കിട്ടി? 400 മൈനസ് 400 മൈനസ് 225. ഇത് നീ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് കേൾക്കട്ടെ. കാൽക്കുലേറ്റർ ആണോ എന്നെ യൂസ് ചെയ്തേ? കാൽക്കുലേറ്റർ. അതെനിക്ക് തോന്നി. ആ 13.2 കേട്ടപ്പോ എനിക്ക് തോന്നി. അതല്ലേ ചോദിക്കുന്ന വാല്യൂ കറക്റ്റാ, എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചതിന്റെ കാരണം അതാ. കാരണം നമുക്ക് അവിടെ കൃത്യമായ ആൻസർ കിട്ടൂല, റൂട്ടാണ് വരുള്ളൂ. റൂട്ടിന്റെ ആൻസർ 13.2 എന്നൊക്കെ വരും, അതൊക്കെ കറക്റ്റാ. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ തൽക്കാലം 10ാം ക്ലാസ്സിന്റെ ലെവലിൽ നമുക്ക് വഴിയൊന്നുമില്ല. കിട്ടിയത് എവിടുന്ന നമുക്ക് കണ്ടുപിടിക്കണമല്ലോ, അങ്ങനെ ചോദിച്ചത്. ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് 4 കുത്തും കുത്തി ആൻസറും കിട്ടി പോകും. എക്സാം ഹാളിൽ ഇത് ഇങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കും. എനിക്ക് കിട്ടുള്ള ചെയ്തിട്ട്. എടാ കിട്ടാത്ത എന്റെ 20ന്റെ സ്കോർ എത്രയാ? 20ന്റെ സ്കോർ 400. ഇനി 5ന്റെ സ്കോർ എത്രയാ? 225. 425 കുറച്ചാ എത്രയാ? അത് മൈൻഡ് ചെയ്യാൻ നിനക്ക് അറിയില്ല 10ാം ക്ലാസ് ആയിട്ടും. പിന്നെ കിട്ടുള്ള എന്ന് പറഞ്ഞാ അത്രേ ഉള്ളൂ ചെയ്യാൻ. അല്ലാതെ ഇത് കിട്ടുള്ള എന്നുള്ള വാക്കുകൊണ്ട് വന്നത് എനിക്ക് മനസ്സിലാവാത്ത. ആൻസർ ഈസ് √175. കിട്ടിയില്ലേ √175 എന്ന്? √175 നമുക്ക് മാക്സിമം ചെയ്യാവുന്ന കാര്യം 5√7 വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്യാം. 5√7 കാരണം 25 × 7 ആണ് 175. അപ്പോൾ 5√7 ഷോർട്ട് ആയി കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ 15 സ്ക്വയർ പ്ലസ് h സ്ക്വയർ ഈക്വൽ ടു 20 സ്ക്വയർ ആണ്. 225 പ്ലസ് h സ്ക്വയർ ഈക്വൽ 400 ആണ്. h സ്ക്വയർ ഈക്വൽ 400 മൈനസ് 225 175 എന്ന് കിട്ടും. h ഈക്വൽ √175. വേണമെങ്കിൽ 5√7 എഴുതാം, നിർബന്ധമില്ല. ഇവിടെ വെച്ച് തന്നെ നിർത്തിയാലും മതി. രണ്ടും കറക്റ്റാണ്, നിങ്ങളുടെ ചോയ്സാണ്. പറഞ്ഞോ ഇർഫാൻ. ഹാൻഡ് റൈസ് ആണോ? അബിൻ? സാർ ഈ √175 നമ്മൾ സെന്റിമീറ്ററിന് ഇട്ട് കൊടുക്കും? സെന്റിമീറ്റർ കൊടുക്കും, ലെങ്ത് ആണല്ലോ. സെക്കൻഡ് പാർട്ട് വേഗം ചെയ്ത്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒറ്റ വ്യത്യാസമുള്ളൂ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ ബി ഈക്വൽ ടു 30ക്ക് പകരം 40 ആയി. ഇക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ. ആദ്യം ഒന്നാമത്തെ ആളെ കണ്ടുപിടിക്കുക, അവിടുന്ന് കണക്ട് ചെയ്ത് അടുത്ത ആളിലേക്ക് പോവുക. സെയിം കംപ്ലീറ്റ് ആയെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 വീടാവട്ടെ കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ സ്റ്റാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കിട്ടിയ മോനെ. സെക്കൻഡ് പാർട്ടിൽ സ്റ്റാൻഡ് ഹൈറ്റിന്റെ വാല്യൂ എത്രയാ? 15 15 കിട്ടും. കറക്റ്റ് ആണ്.
സ്പീഡ് ആവണ്ടോ, ഇനി നമുക്ക് സമയം കളയാനില്ലട്ടോ. ആദ്യം ചെയ്ത് അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനേ ഉള്ളൂ. ഷഹാൻ കിട്ടിയോടാ? സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയോടാ സെക്കൻഡ് പാർട്ടിലെ? ഓ ഇപ്പൊ കിട്ടും. വേഗാവട്ടെ വേഗാവട്ടെ. അല്ല മീൻ ടിഎസ് സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയോ? ഇപ്പൊ കിട്ടും സാർ. സ്പീഡാവട്ടെ. ഇപ്പൊ കിട്ടുന്നുള്ളത് എപ്പോ കിട്ടുന്നുള്ളത് എന്റെ ചോദ്യം. സ്ലാൻഡ് ഹൈറ്റ് പിന്നെ അവിടെ ഹൈറ്റ് കണക്ട് ചെയ്യാം കേട്ടോ. ഐഷ സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയായിരുന്നോ? സ്ലാൻഡ് ഹൈറ്റ് Sir, root 225 വരെ എത്തി. സ്ലാൻഡ് ഹൈറ്റോ? റൂട്ട് 225. ആ ചെയ്തോണ്ടിരിക്കുന്നത്. 225. ഓക്കെ 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 ഓക്കെ. റൂട്ട് 225 കുഴപ്പമില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 20 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ 25 സ്ക്വയർ എന്നാണ് വരിക. 400 പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ 625 എന്നാണ് വരിക. എൽ സ്ക്വയർ ഈക്വൽ 625 മൈനസ് 400 ഈക്വൽ ടു 225 എന്ന് കിട്ടും. എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് 225. 225ന്റെ റൂട്ട് 15 ആണ്. ട്രയാങ്കിൾസ് വരയ്ക്കണം കേട്ടോ. ട്രയാങ്കിൾസ് വരയ്ക്കണം. അറിയാമെന്നുള്ള കോൺഫിഡൻസിൽ ചെയ്ത് പോകരുത്. ട്രയാങ്കിൾസ് വരയ്ക്കണം. രണ്ടാമത്തെ ട്രയാങ്കിളിന് വീണ്ടും b/2 ഉണ്ട്. അത് 20 തന്നെയാണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് 15 കിട്ടി. ഹൈറ്റ് നമുക്ക് അറിയില്ല. എന്താക്കി മോസിൻ മുസ്തഫ പറഞ്ഞേ? ഹൈറ്റ് എത്രയാണെന്നേ സോൾവ് ചെയ്തപ്പോ? റൂട്ട് 175. റൂട്ട് 175 എന്നൊരു വാല്യൂ കിട്ടൂല. മുഹമ്മദ് ഫാസിലിന് എത്ര കിട്ടി? റൂട്ട് 175 വരില്ല. അമാൻ അമാൻ റൂട്ട് 225. അതും വരില്ല. ഏത് ഹൈറ്റിന്റെ വാല്യൂ? സെക്കൻഡ് കേസിലോ? എടാ നിലവിൽ നാലാമത്തെ ക്വസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടിൽ എത്രയാണ് ഹൈറ്റ് അവസാനം കിട്ടുകയെന്ന്? അത് 175 വരില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ റൂട്ട് 175. മുഹമ്മദ് റിഹാൻ മുഹമ്മദ് റിഹാൻ Root 175. റൂട്ട് 175 അല്ല. റൂട്ട് 175 അല്ല. അല്ലമീൻ എന്തായി? അല്ലമീൻ സാർ മൈനസ് റൂട്ട് 175. അബ്സല്യൂട്ട്ലി അതാണ്. റൂട്ട് 175 അല്ല, റൂട്ട് മൈനസ് 175 ആണ്. കാരണം 400 മൈനസ് 225, സോറി 225 മൈനസ് 400 ലെവൽ വരെ വന്നേക്കുന്നേ. അത് നെഗറ്റീവ് അല്ലേ? ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. വെറുതെ നെഗറ്റീവ് ഒന്നുമല്ല, വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. നമ്മൾ നോക്കുമ്പോൾ 20 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ എന്ന് വരും. 400 പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 225 എന്ന് വരും. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 225 മൈനസ് 400 ഈക്വൽ ടു മൈനസ് 175 ആണ്. അപ്പൊ എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 175. ഈ റൂട്ട് ഓഫ് മൈനസ് 175 വന്നാലേ പിന്നെ നമ്മൾ എന്താ പറയാ ബിൻഷാദെ? റൂട്ട് ഓഫ് മൈനസ് 175 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? പിരമിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് വി കനോട്ട് മേക്ക് എ പിരമിഡ് വിത്ത് ദാറ്റ് മെഷർമെന്റ്. കാരണം റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പോൾ റൂട്ട് 175 ആണെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് കൃത്യം ഒരു ഇൻഡിജർ വാല്യൂ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ റിഹാൻ പറഞ്ഞ പോലെ 13.2 എന്നൊക്കെ ആൻസർ കിട്ടും. ഇൻഡിജർ വാല്യൂ അല്ലാതെ പ്രശ്നമുള്ളൂ. പക്ഷെ റൂട്ട് മൈനസ് 175 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാല്യൂവേ ഇല്ല. അങ്ങനെ ഒരു വാല്യൂ നമുക്ക് ഹൈറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, പിരമിഡ് ഉണ്ടാക്കാൻ പറ്റില്ല.
കൺക്ലൂഷനിൽ വന്നിട്ടോ വി കനോട്ട് മേക്ക് എ പിരമിഡ് വിത്ത് ദാറ്റ് മെഷർമെന്റ് എന്നായിരുന്നു. We cannot make a pyramid with that measurement. And you can try question number 3. 3 ആലോചിച്ച് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആദ്യം പറയുന്ന സീക്വൻസ് ഒക്കെ ഒന്ന് ആദ്യം എഴുതുക. എന്താ പ്രൂവ് വേണ്ടെന്ന് ആലോചിക്കാനുള്ള വഴി എന്താണെന്ന് ആലോചിക്കുക. നമുക്ക് നിലവിൽ അതിന് എന്താണ് ഓപ്ഷൻ ഉള്ളത് എന്ന് ചിന്തിക്കുക. എന്താണ് നമുക്ക് അതിന് നിലവിലുള്ള ഓപ്ഷൻ, എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ നമ്മളുടെ കയ്യിലുള്ള ടൂൾ, അതാണ് ചിന്തിക്കേണ്ടത്. വാട്ട് ടൂൾ വി ഹാവ്, നമ്മളുടെ കയ്യിൽ എന്ത് ടൂൾ ഉണ്ട് എന്ന് ചിന്തിക്കും. റൈറ്റ്, ഒന്ന് പറഞ്ഞ എന്താ ക്വസ്റ്റിന്റെ മീനിങ് കേൾക്കട്ടെ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ? ആൽബിൻ ജെയ്സൺ. ആൽബിൻ അൺമ്യൂട്ട് ചെയ്യടാ, പറഞ്ഞ പേര് വിളിക്കണ കേൾക്കല്ലേ, പറ. പ്രൂവ് ചെയ്യണം മറ്റേ സ്ക്വയർ പിരമിഡ്, സ്ലാൻഡ് ഹൈറ്റ്, സ്ക്വയർ ഓഫ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും അരിത്മെറ്റിക് സീക്വൻസ്. പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും അരിത്മെറ്റിക് നല്ലല്ലോ പ്രൂവ് ചെയ്യണ്ടേ. ചെറിയൊരു സാധനം വിട്ടുപോയല്ലോ. ആഫിയ എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജിന്റെയും സ്ക്വയർ അരിത്മെറ്റിക് സീക്വൻസ്. അവരെ സ്ക്വയർ അരിത്മെറ്റിക് സീക്വൻസിലാണ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സീക്വൻസ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സീക്വൻസ് എങ്ങനെയാ? ആ 3 പേര് ആരൊക്കെ ഒന്ന് പറഞ്ഞേ. അതിന് പറടാ, സിമ്പിൾ വെച്ച് പറ. നമ്മളിപ്പോ 1 3 5 7 എന്നൊക്കെ പറയില്ലേ കോമ ഇട്ടിട്ട്, അതുപോലെ പറ. ഒന്നാമത്തെ ടൈം ആരാ? സ്ലാൻഡ് ഹൈറ്റ് അല്ല, ഒന്നാമത്തെ ടൈം സ്ലാൻഡ് ഹൈറ്റ് അല്ല, സ്ക്വയർ ഓഫ് ഹൈറ്റ്. സ്ക്വയർ ഓഫ് ഹൈറ്റ്. അതിന് നമ്മൾ എന്തെന്ന് എഴുതണം? സ്ക്വയർ ഓഫ് ഹൈറ്റ്. ഹൈറ്റ് ആരടാ? മൈൻഷ, ഹൈറ്റിന്റെ സിമ്പിൾ എന്താ? ഹൈറ്റ്. അപ്പൊ സ്ക്വയർ ഓഫ് ഹൈറ്റ് ആരാ? എച്ച് സ്ക്വയർ. അടുത്തത് സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ ആരാ? എൽ സ്ക്വയർ. മൂന്നാമത്തെ ആളാരാ? വേഗം പറ. അതെന്താ? ഇ സ്ക്വയർ. ഈ 3 പേര് അരിത്മെറ്റിക് സീക്വൻസിലാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദീസ് 3 ആർ അരിത്മെറ്റിക് സീക്വൻസ്. എങ്ങനെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് പ്രൂവ് ചെയ്യുക? അതിനുള്ള മെത്തേഡ് എന്താ ഇൻസാഫേ? ഹൗ വി ക്യാൻ പ്രൂവ് ദാറ്റ് എ ഗിവൻ സീക്വൻസ് ഇസ് അരിത്മെറ്റിക്? എപ്പോഴാണ് ഒരു ഗിവൻ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നത്? കോമൺ ഡിഫറൻസ് ഉള്ളപ്പോ. അപ്പൊ നമ്മൾ ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഗൗരി, എങ്ങനെ കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം? ആരൊക്കെ സബ്ട്രാക്ട് ചെയ്യുന്ന കോമൺ ഡിഫറൻസിന്? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. പിന്നെ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അതൊരു കേസ്. അടുത്ത കേസ് ഏതാ? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. അതാണ്. സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുമ്പോഴും തേർഡ് മൈനസ് സെക്കൻഡ് ചെയ്യുമ്പോഴും ആൻസർ സെയിം ആണ് എന്ന് കിട്ടിയാൽ മതി. അതിന് നമ്മുടെ മുമ്പിലെ ടൂൾ എന്താ? അമാനിലാഹി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൂൾ എന്താ? അല്ല, ഞാൻ ചോദിച്ചത് അതൊക്കെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? ടൂൾ എന്താ നമുക്കുള്ളത്? ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ടൂൾ എന്തായിരുന്നു ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസിലും? പൈതഗോറസ് തിയറം, ദ റൈറ്റ് ട്രയാങ്കിൾസ്. അവരുപയോഗിച്ച് നമുക്കത് കിട്ടും. ചെയ്ത് നോക്കി. നിങ്ങളുടെ ഫീസിന്റെ ലാസ്റ്റ് ടുമോറോ ആണ് കേട്ടോ. അത് വീട്ടിൽ റിമൈൻഡ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ ഈ 3 കേസിലും റൈറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ നമുക്ക് അറിയാവുന്ന റൈറ്റ് ട്രയാങ്കിൾസ്.
In one of the cases we have B by 2, H and L. In another case we have B by 2, L and E. രണ്ട് കേസിലും പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം ഡിഫറൻസ്, അതായത് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമിനും ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേമിനും കൃത്യമായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ന്യൂമറിക്കൽ വാല്യൂ അല്ല, ഒരു വാല്യൂ നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റും. ഇവിടെ ജസ്റ്റ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ വേണ്ട ആളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ആരെ മാറ്റാമെന്ന് മാത്രം നോക്കിയാൽ മതി, വേറൊന്നുമില്ല. ഫസ്റ്റിൽ കിട്ടിയോ? ഫസ്റ്റ് കേസിൽ കിട്ടിയോ? എന്താ വന്നത് ഫസ്റ്റ് കേസില്? L square is equal to E square minus B square by 4. E square, L square equal to E square minus B square by 4. അതിനേക്കാൾ ബെറ്റർ എനിക്ക് തോന്നുന്നു ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്നുള്ള ഫോം എത്തുക. അതുപോലെ നമുക്ക് തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം എന്ന് കിട്ടുക. അങ്ങനെ കൊണ്ടാണ് നല്ലത് കേട്ടോ. അച്യുത കിട്ടിയോടാ? എന്താ വന്നേ? ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ മതി. നമ്മൾ ഈ ട്രയാങ്കിൾ, ഒന്നാമത്തെ ട്രയാങ്കിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് ട്രയാങ്കിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എച്ച് സ്ക്വയർ, ഇതവിടെ നിൽക്കട്ടെ കേട്ടോ, ഇത് സീക്വൻസ് നമ്മൾ നോട്ട് ചെയ്തേ ഉള്ളൂ. എച്ച് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ എൽ സ്ക്വയർ എന്നാണ് പൈതഗോറസ് വെച്ചിട്ട് വരിക. എച്ച് സ്ക്വയർ നേരെ അപ്പുറത്തേക്ക് മാറ്റിയാൽ നമുക്ക് കിട്ടും ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അതിനങ്ങനെ നിൽക്കട്ടെ തൽക്കാലം അവിടെ. നേരെ നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് വരാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ഇ സ്ക്വയർ. എൽ സ്ക്വയറിന് അപ്പുറത്തേക്ക് തട്ടിയാൽ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. സംഭവം തീർന്നേ. ഫ്രം 1 and 2, 1 and 2 നമ്മൾ കമ്പയർ ചെയ്താൽ ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയറിന്റെ വാല്യൂ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയറിന്റെ വാല്യൂ സെയിം ആണ്. അതായത് തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈമിന്റെയും സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈമിന്റെയും വാല്യൂ സെയിം ആണ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ക്യാൻ കൺക്ലൂഡ് ഫ്രം ദാറ്റ്. എന്താ ആയിഷ നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റുക? Therefore, h square, l square, e square is an arithmetic sequence. Is an arithmetic sequence of conclude here. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പകുതി കിട്ടിച്ചിട്ട് നമ്മൾ ചാടി പോന്നിട്ടുണ്ട് അല്ലേ? ഒരു ഹാഫ് എ പേജൊക്കെ നമ്മൾ ലീവ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, റൈറ്റ്? ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ വേഗം എല്ലാവരും. ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ. ആ ക്വസ്റ്റ്യൻ അതൊന്ന് വായിച്ച് എല്ലാവരും വായിച്ചു നോക്കി. അഞ്ചാമത്തെ പെട്ടെന്ന് വായിച്ചു നോക്കി. എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അല്ലെ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആദിൽക്ക്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു സ്ക്വയർ പിരമിഡ് മേക്ക് ചെയ്യാൻ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വലും ബേസ് ഏരിയ ഇതായിട്ടുള്ളത്. ബേസ് ഏരിയ ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ ആയ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. നമ്മൾ അവിടെ സോൾവ് ചെയ്ത് വന്നപ്പോൾ ഒരു റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബി ഈക്വൽ ടു 12 ഉണ്ടല്ലോ അല്ലെ? ബി ഈക്വൽ 12 എന്ന റിലേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലേ എവരി വൺ? ഓക്കെ, ഇനി നമ്മൾ ആ ചെയ്ത പോർഷനൊക്കെ അവിടെ നിന്നോട്ടെ, അത് തൽക്കാലം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട.
ഇപ്പോൾ നമുക്ക് പുതിയ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ സെക്കൻഡ് എക്സസൈസിന് വേണ്ടി പഠിച്ചത് B/2 HL അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിങ്ങൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്ലൈ ചെയ്ത വേഗം. അപ്പൊ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചില സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അതാണ് എന്തായി പറഞ്ഞത്, നമുക്ക് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്ലൈ ചെയ്ത പൈത്തഗോറസ് വേഗം. ഇടാവട്ടോ. പൈത്തഗോറസ് നേരെ അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക, വേറെ ഒന്നുമില്ല അതിൽ. പൈത്തഗോറസ് നേരത്തെ അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. തേർട്ടി സെക്കൻഡ്സോടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ 30 സെക്കൻഡ്സോടെ മാക്സിമം. ഷുവേ കിട്ടിയോടാ? എത്ര വന്നേ? കിട്ടിയ ഒന്ന് പറഞ്ഞ എങ്ങനെയാ പൈത്തഗോറസ് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. L² is equal to B/2 the whole square plus H². L² equal to B/2 the whole square plus H². ശരി, എന്നിട്ട് H² is equal to L² minus B/2 the whole square. ഓക്കെ, അതിന് ഇപ്പുറത്തേക്ക് മാറ്റി. ദെൻ H² is equal to L² minus B2L/2. അവിടുന്ന് കിട്ടുന്നതാണല്ലോടാ. L² മൈനസ് ബിക്ക് പകരം 2L. 12/2 ആരെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക? 2 ഉം 2 കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? L² L² minus L². മൈനസ് L² L² മൈനസ് L² എന്താ? 0. അപ്പൊ H എന്ത് കിട്ടും? 0. H equal to √0. √0 എന്ന് പറഞ്ഞാൽ 0 ആണ്. √0 is 0. ശരിയല്ലേ? ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പ്രസക്തി. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ്? നൗ വി ഹാവ് ടു റൈറ്റ് എ കൺക്ലൂഷൻ. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ്? ഉണ്ടാക്കാൻ പറ്റുമോ ബിലാൽ നാസർ? ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ്? പറ്റൂലേ? പറ്റുമോ? പറ്റുമോ ചോദ്യം. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാം, പറ്റൂലേ എന്ന്. പറ്റുന്ന ഹൈറ്റ് ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയേക്കുന്നേ? 0. ഹൈറ്റിന്റെ വാല്യൂ 0 ആണ്. ഹൈറ്റ് 0 എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം, പ്രാക്ടിക്കൽ മീനിങ് എന്താ? ഹൈറ്റ് ഇല്ലാന്ന്. ഹൈറ്റ് ഇല്ല. ഹൈറ്റ് ഇല്ലാതെ നിനക്കൊരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല. പിരമിഡ് ഉണ്ടെങ്കിൽ പിരമിഡിന് മിനിമം എന്തെങ്കിലും ഒരു പൊക്കം വേണ്ടേ? ഒരു 0.1 0.2 എന്തെങ്കിലും ഒരു പൊക്കം വേണ്ടേ ഗ്രൗണ്ടിൽ നിന്ന്? അങ്ങനെ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. No. We cannot make a pyramid. We cannot make a pyramid with the lateral surface area equal to base area. എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. We cannot make a pyramid with the lateral surface area equal to base area. കഴിഞ്ഞല്ലേ everyone? Okay, fine. ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ 2 എക്സസൈസിലെയും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വി ആർ മൂവിങ് ഇൻ ടു ദ ഫൈനൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഓഫ് എ പിരമിഡ്. ഗിവ് ദ ഹെഡിങ് വോളിയം ഓഫ് എ പിരമിഡ്. വോളിയം ഓഫ് എ പിരമിഡ്. ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നാളെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളിൽ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, വഴിയൊന്നുമില്ല. നാളെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിങ് കേട്ടോ. ക്ലാസ് ടൈം വിൽ ബി ഫ്രം 7:40 AM
to 9:10 AM. 7:40 ആയിരിക്കും കേട്ടോ, 7:10 അല്ല, 7:40 ആയിരിക്കും ക്ലാസ് തുടങ്ങുക, അപ് ടു 9:10 മോർണിംഗ്. ഓക്കെ, ചിലപ്പോ ഉറപ്പില്ല, ചിലപ്പോ ഒരു സെഷൻ വൈകിട്ടുണ്ടാവും. നാളെ വൈകിട്ടില്ലെങ്കിൽ സൺഡേ എന്തായാലും ഉണ്ടാവും ഉറപ്പായിട്ടും. നാളെ വൈകിട്ടുണ്ടെങ്കിൽ സൺഡേ ഉണ്ടാവില്ല. നാളെ വൈകിട്ട് ഉണ്ടോ എന്നുള്ളത് ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ കൺഫേം പറയാം. ഓക്കെ, ചിലപ്പോൾ നാളെ വൈകിട്ടും ഒരു സെഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് ടൈമിൽ ചേഞ്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 7:40 to 9:10 ഇതായിരിക്കും ക്ലാസ് ടൈം. ഇനി ഇൻ കേസ് ഇന്നിപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ടൈമിലേക്ക് തന്നെ മാറും. അങ്ങനെ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് വരും. ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത ഐഡിയ എന്ന് പറയുന്നത് വോളിയം ഓഫ് എ പിരമിഡ് എന്നുള്ളതാണ്. വോളിയം ഓഫ് എ പിരമിഡ് നമുക്കൊരു ഫോമുലയൊക്കെ ഉണ്ട്. ഫോമുലയ്ക്ക് എത്തണമെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കിയ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 194 വോളിയം ഓഫ് എ പിരമിഡിലുള്ള ടോപ്പിക് കണ്ടോ എല്ലാവരും? ആ ടോപ്പിക്കിനെ ചേർന്ന് തന്നെ 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ 2 ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഏതാണ് റെഡിഷ് ബ്രൗണിൽ കൊടുത്തേക്കുന്ന 2 ഷേപ്പുകൾ? അതിന്റെ പേരെന്തൊക്കെയാണെന്ന് പറഞ്ഞു കേൾക്കട്ടെ ഷഹാൻ. റെക്ടാംഗിൾ അല്ല, പ്രിസം, സ്ക്വയർ പ്രിസം. മറ്റേതോ? മറ്റേ ഷേപ്പ് ഏതാടാ? മറ്റേ വെച്ചേക്കുന്ന ഷേപ്പ് ശ്രദ്ധിച്ചു നോക്കിയ ഷേപ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തെ ആദ്യം ഇരിക്കുന്ന ഷേപ്പ്, ആദ്യരിക്കുന്ന പ്രിസാണ് ആണോ? ആദ്യരിക്കുന്ന പ്രിസാണോ സുഹേലെ? കോണോ? ആദ്യത്തെ ഷേപ്പ് ഏതാടാ സുഹേലെ? ട്രയാങ്കിൾ. ട്രയാങ്കിളൊക്കെ ചുറ്റും വെച്ച് വേറെ ഷേപ്പാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ. അഹമ്മദ് അബ്ദുൽ കരീം, ആദ്യത്തെ ഷേപ്പ് ഏതാ? പിരമിഡ്. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പിരമിഡാണ് ആദ്യത്തെ ഷേപ്പ്. അതിനെ തലയിരിച്ചു വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ ആളാണ് റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയവുമായി കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പിരമിഡും ഒരു പ്രിസവും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഓൾറെഡി നമ്മളൊരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ പിരമിഡും ഈ ഫിഗറിലെ പിരമിഡും ഒരു വ്യത്യാസമുണ്ട്. ശ്രേയാന്ന് പറയാമോ എന്താ ഡിഫറൻസ് ഉള്ളത്? നമ്മൾ ഉണ്ടാക്കിയ പിരമിഡും ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പിരമിഡും, വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു? അമ്ന, നമ്മൾ ഉണ്ടാക്കിയതിന് ഇത്രയും പൊക്കമില്ല. പൊക്കം കുറവാണ്. വേറെ എന്തെങ്കിലും ഡിഫറൻസ് കണ്ടിട്ട്? ഇനി അതർ ഡിഫറൻസ്? മുഹമ്മദ് ഇഷാൻ. നമ്മുടെ ഇത് ഫുൾ ഒട്ടിച്ചല്ലോ. എങ്ങനെ? ഫുൾ ഒട്ടിച്ചല്ലേ ഇതിരിക്കണത്? നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ഇത് ഒട്ടിച്ച് കൃത്യം പിരമിഡ് ആക്കിയിട്ടുണ്ട്. ശരി, ദെൻ ഇനി അതർ ഡിഫറൻസ്? ഹയ, പ്രധാനപ്പെട്ട ഡിഫറൻസ് നമ്മൾ വിട്ടുപോയി, അതാണ്. ഹയ, ഇൻവേർട്ട് ആണ്. അപ്പൊ നമ്മുടെ തിരിച്ചു വെച്ചാൽ ഇൻവേർട്ട് ആവും, പ്രശ്നമില്ല. അതല്ലാത്തൊരു ഡിഫറൻസ് അവിടെയാണ്. നമ്മൾ ഉണ്ടാക്കിയ പിരമിഡിന്റെ ബേസ് നമ്മൾ സ്ക്വയർ വെച്ച് അടച്ചു കളഞ്ഞായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ ബേസ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. സ്ക്വയർ ഈസ് ഓപ്പൺ, റൈറ്റ്? ഇതാണ് അതിന്റെ ഏറ്റവും മെയിൻ ഒരു ഡിഫറൻസ് കേട്ടോ. അപ്പൊ നമുക്കിത് പിരമിഡ് ഉണ്ടാക്കിയേ തീരും ആക്ടിവിറ്റി ചെയ്യാൻ. അതെന്താ വേണ്ടത് ഞാൻ പറയാം കേട്ടോ. ഒന്നാമതായിക്കൊണ്ട് പിരമിഡ് ഉണ്ടാക്കാൻ ശ്രദ്ധിച്ച് കേട്ടോളണം, ഞാൻ പറഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി. പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 4 ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഫിഗറിലൊക്കെ ഒന്ന് കാണാൻ പറ്റും 4 ട്രയാങ്കിൾസ് ചുറ്റും ഒട്ടിച്ചു കൊടുത്താണ് പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഈ 4 ട്രയാങ്കിൾസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആയിരിക്കണം. ട്രയാങ്കിളിന്റെ ഹൈറ്റ് 13 ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. 10 സെന്റിമീറ്ററിലെ ലൈൻ നമ്മൾ വരയ്ക്കുക, കൃത്യമായി നടുക്കുന്ന ഹൈറ്റ് വരയ്ക്കുക, 13 സെന്റിമീറ്റർ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ 4 ട്രയാങ്കിൾ കട്ട് ചെയ്യണം. റെഡിയോ? 4 ട്രയാങ്കിൾ. ആ 4 ട്രയാങ്കിൾ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റും ഒട്ടിച്ച് വരുമ്പോൾ നമ്മുടെ പിരമിഡായിട്ട് മാറും. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് പ്രിസം, സ്ക്വയർ പ്രിസം ഉണ്ടാക്കാൻ വേണ്ട ഐറ്റമാണ് സ്ക്വയർ പ്രിസം. സ്ക്വയർ പ്രിസം ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കിയ പ്രിസത്തിൽ ഏതൊക്കെ ഷേപ്പുള്ള സ്ക്വയർ പ്രിസത്തിൽ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞ പെട്ടെന്ന്. മാൻഷാ,
റെക്ടാങ്കിൾ എത്ര എണ്ണം വേണടാ? 4 ആയിക്കോട്ടെ, എന്നാ ഒരു 5 ആയിക്കോട്ടെ, ഒരു വഴിക്ക് പോവല്ലേ? 4 വേണം. സ്ക്വയർ എത്ര എണ്ണം വേണം? 2 വേണോ? മുകളിലും താഴെ വേണോ? ഒരെണ്ണം മതി. അപ്പൊ നമുക്ക് അവിടെ വേണ്ടത് സ്ക്വയർ പ്രിസം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 4 റെക്ടാങ്കിൾസ് ആണ്. 4 റെക്ടാങ്കിൾ ആട്ടോ. റെക്ടാങ്കിളിന്റെ ഡയമെൻഷൻ ഞാൻ പറയാം. റെക്ടാങ്കിൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് 12 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് റെക്ടാങ്കിൾ, അതിന്റെ ലെങ്ത് 12 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ. അങ്ങനത്തെ 4 റെക്ടാങ്കിൾ വേണം. പിന്നെ ഒരു സ്ക്വയർ വേണം. ഒരു സ്ക്വയർ. ആ സ്ക്വയറിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് ചാർട്ട് പേപ്പറിനേക്കാൾ കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ബോർഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തതിന്റെ ബോർഡൊക്കെ ഉണ്ടാവില്ലേ വീട്ടില്, അങ്ങനത്തെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഒരുപാട് കട്ടികളൊന്നും വേണ്ട കേട്ടോ. മിനിമം തിക്നെസ് ഉള്ള പെട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി അതില്ല എങ്കിൽ ചാർട്ട് പേപ്പറിൽ തന്നെ കട്ട് ചെയ്യാം. A4 പേപ്പറിൽ കട്ടിയിട്ട് ഒരു ഗുണമില്ല, നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല. ഇത്തിരി തിക്നെസ് വേണം അതിന്. ശരിക്കും പൾപ്പ് ബോർഡ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് ഉണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിനു വേണ്ടി പൾപ്പ് ബോർഡ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ചാർട്ട് പേപ്പർ കുറച്ച് കട്ടിയാക്കാൻ വേണ്ടി ചാർട്ട് പേപ്പർ ഡബിൾ ആക്കിയാൽ മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. ചാർട്ട് പേപ്പറിൽ 2 ചാർട്ട് പേപ്പർ എടുക്കുക, ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട്. തിക്നെസ് ഒക്കെ കൂട്ടാവുന്നതൊക്കെ ഉണ്ട്. എനിവേ A4 പേപ്പർ പറ്റില്ല. ചാർട്ട് പേപ്പറിനേക്കാൾ കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ ബെറ്റർ. മിനിമം ചാർട്ട് പേപ്പർ എങ്കിലും വേണം. പ്രിസം ഒക്കെ ഉണ്ടാക്കാനുള്ള മെത്തേഡ് വളരെ എളുപ്പമായിട്ടോ. ഇപ്പൊ നമ്മൾ 4 റെക്ടാങ്കിൾസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ പ്രിസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ റെക്ടാങ്കിൾ കട്ട് ചെയ്തു. പ്രിസം നോക്കുക, ഇതാണ് ഇപ്പൊ നമുക്കുള്ള റെക്ടാങ്കിൾ ഇരിക്കട്ടെ. സപ്പോസ് ഈ റെക്ടാങ്കിളിന്റെ തൊട്ടിപ്പുറം എന്ത് ചെയ്യണം എന്നറിയോ? രണ്ടാമത്തെ റെക്ടാങ്കിളിനെ വെക്കണം. ഇങ്ങനെ ചേർത്ത് മുട്ടിച്ച് വെക്കണം. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. എന്നിട്ട് മൂന്നാമത്തെ റെക്ടാങ്കിൾ എടുത്തിട്ട് ഇവന്റെ തൊട്ടിപ്പുറം കയറ്റി വെക്കുക. അവിടെയും സെല്ലോ ടേപ്പ് അപ്ലൈ ചെയ്യുക, ചേർത്ത് വെച്ചിട്ട്. 4ാമത്തെ റെക്ടാങ്കിൾ എടുക്കുക, ഇവന്റെ ഇപ്പുറം കയറ്റി വെക്കുക, ടേപ്പ് അപ്ലൈ ചെയ്യുക. കണ്ടോ? എന്നിട്ട് അപ്പൊ 4 റെക്ടാങ്കിൾ തീർന്നല്ലോ. ഇനി ആ 2 അറ്റത്തെ റെക്ടാങ്കിൾ നേരെ മടക്കുക. എന്നിട്ട് അതിന്റെ എൻഡ് എന്ത് ചെയ്യുക? സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് നമ്മളതിന് നിവർത്തി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ പ്രിസമാണ്. എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ എന്ത് ചെയ്യുക? നേരെ സ്ക്വയർ കറക്റ്റ് അതിന്റെ മുകളിൽ വെക്കുക, ടേപ്പ് ഒട്ടിക്കുക. ഇൻവേർട്ട് ചെയ്ത് വെച്ചാൽ പ്രിസം റെഡി. റെഡി അല്ലേ? പിരമിഡ് ഉണ്ടാക്കുമ്പോൾ പക്ഷെ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടില്ല. ഒരു 3 ട്രയാങ്കിൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. 3 ട്രയാങ്കിൾ കൃത്യം ചേർത്ത് വെക്കാൻ പറ്റും. 1ാമത്തെ ട്രയാങ്കിൾ നിങ്ങൾ ഇങ്ങനെ വെച്ചു. ഈ 1ാമത്തെ ട്രയാങ്കിളിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് 2ാമനെ വെക്കാം. വെക്കുമ്പോൾ ലാറ്ററൽ എഡ്ജ് വേണം അടുത്തടുത്ത് വരാൻ. മാറിപ്പോരുതേ. പിരമിഡ് ഉണ്ടാക്കുമ്പോഴേ ലാറ്ററൽ എഡ്ജ്, അതായത് ചെരിഞ്ഞ് നിൽക്കുന്ന എഡ്ജ് ഇല്ലേ, അവൻ വേണം അടുത്തടുത്ത് വരാൻ. ഇപ്പം ഇങ്ങനെ നമ്മൾ വെച്ചു. ഇനി ഇതുപോലെ നമ്മൾ 2ാമത്തെ ആൾ എക്സാമ്പിൾ ഇങ്ങനെ 2ാമത്തെ ആൾ എടുത്തിട്ടേ ഈ 2ാമത്തെ ആളുടെ ബേസും ഒരുമിച്ച് വെച്ച് ചേർത്ത് ഒട്ടിക്കരുത്. എങ്ങനെയൊന്നും ചെയ്ത് വെച്ചേക്കരുത്. ഞാൻ കാണിച്ചു തരാം. ഒരാൾ ഇതിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ട് കാര്യമില്ല. ബേസ് രണ്ടും ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ട് കാര്യമില്ല. അത് പ്രിസത്തിലേക്ക് പിരമിഡിലേക്ക് എത്തൂല. നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഇവനെ ഇങ്ങനെ ചെയ്യാം. ഇതിന് പകരം ഈ ആളിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റുവാണെങ്കിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കായിരുന്നു. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല, ഫ്രീ റൊട്ടേഷൻ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഇത് 1ാമത്തെ പിരമിഡ്. ഈ പിരമിഡിന്റെ തൊട്ട് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? 2ാമത്തെ പിരമിഡ്, 1ാമത്തെ ട്രയാങ്കിൾ ഇവനെ ചേർത്ത് 2ാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം. 2ാമിന്റെ ബേസ് ഇത് ഇങ്ങനെ വരും. ഇതുണ്ടോ? ഇങ്ങനെ വരും 2ാമത്തെ ആൾ ഇങ്ങനെ. അത് നിങ്ങൾക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ ലാറ്ററൽ എഡ്ജും മറ്റു ലാറ്ററൽ എഡ്ജും വെക്കുക, ഒട്ടിക്കുക. അതിനടുത്ത് 3ാമത്തെ ആളെ വെക്കുക, ഒട്ടിക്കുക. അങ്ങനെ പ്രിസവും പിരമിഡും നമുക്ക് ഉണ്ടാക്കാം. കുറെ ക്ലിയർ ആണോ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് നാളെ രാവിലെ പെട്ടെന്ന് എണീറ്റിരുന്ന് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂല. ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ അത് റെഡിയാക്കി വെക്കണം. ഇന്ന് വൈകിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. രാവിലെ 5 മിനിറ്റ് തീർന്ന പണിയല്ല കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ 3
സംഗതികൾ നമുക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടതുണ്ട്. രണ്ടുപേരെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് പ്രിസമാണ്, രണ്ടാമൻ പിരമിഡാണ്. കൃത്യം ഡയമെൻഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോട്ട് ചെയ്തിട്ടുണ്ട് ഡയമെൻഷനൊക്കെ? വേഗം നോട്ട് ചെയ്ത്. നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഡയമെൻഷനൊക്കെ നോട്ട് ചെയ്ത വേഗം. ഡയമെൻഷൻ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തല്ലേ? ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ പിരമിഡിന്റെ ഹൈറ്റ് ഞാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് പിരമിഡിന്റെ ഹൈറ്റ് അല്ല, ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. അതാണ് ഇപ്പൊ ഇങ്ങനെ വരച്ച് കാണിച്ചത്. പിരമിഡിന്റെ ഹൈറ്റ് അല്ല, ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് വേണ്ടതുണ്ട്. പ്രിസം നമ്മളെടുത്തു, പിരമിഡ് നമ്മളെടുത്തു. മൂന്നാമത് നമുക്ക് ഉപ്പ് വേണം. ഉപ്പ്. അടുക്കളയിൽ ഉപ്പില്ലേ? ഉപ്പ് വേണം. ഉപ്പ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ആ പാത്രത്തെ പണി കൊണ്ടുവന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ കുറച്ചേക്കാം. ഉപ്പ് നമുക്ക് എടുത്തിടാൻ വേണ്ടി സ്പൂണോ എന്തെങ്കിലും ഐറ്റംസ് എന്താണ് വേണ്ടത് അതും വേണം. ക്ലിയർ ആണോ? ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നാളെ ആക്ടിവിറ്റിക്ക് വേണ്ടത് കേട്ടോ. So arrange this much items for tomorrow's activity. The class will be at 7:40 a.m. to 9:10 a.m. Clear? Okay. Thank you. Have a nice day. Thank you, sir. Thank you, sir. Thank you, sir.